വിശുദ്ധ തൃത്വം പാർട്ട് 9. ഒരാഴ്ച മുമ്പ് ഒരാൾ തൃത്വത്തെപ്പറ്റി പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടു. ദൈവവാത്മാവാണ് യോഹന്നാൻ 4:24 പറയുന്നുണ്ട്, ശരിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പിതാവ് പരിശുദ്ധാത്മാവാണ്, പുത്രൻ പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധ റൂഹ പരിശുദ്ധാത്മാവാണ്. പുത്രൻ അവതാരം എടുക്കുന്നതിന് മുമ്പ് ആത്മാവായിരുന്നല്ലോ. അദ്ദേഹം പറയുന്നത് ശരിയാണ്, തെറ്റാണെന്ന് പറയാൻ പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്നിങ്ങനെ 3 സർവശക്തന്മാരുണ്ട്, ഒരു സർവശക്തിയേ ഉള്ളൂ. അത് സർവശക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 3 സർവശക്തന്മാരുണ്ടെന്ന് പറയാൻ തെറ്റില്ല, പൂർണ്ണദൈവമല്ലേ. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം, ഇപ്പം ഇദ്ദേഹം പറയുന്നതിൽ തൃത്വമുണ്ട്, പക്ഷെ തൃത്വത്തിൽ ഏകത്വമില്ല. പിതാവ് പൂർണ്ണദൈവം, പുത്രൻ പൂർണ്ണദൈവം, പരിശുദ്ധ റൂഹായും പൂർണ്ണ ദൈവമാണ്. അപ്പോൾ 3 ദൈവങ്ങളുണ്ടെന്ന് വരില്ലേ? 3 സർവശക്തന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് അങ്ങനെ പറയാൻ അത് തെറ്റാണ്. പരിശുദ്ധ റൂഹ എന്ന് പറയുന്നത് വേറെ റൂഹാമാരുണ്ട്, പക്ഷെ അവരിൽ നിന്ന് വേർതിരിക്കപ്പെടാനായിട്ടാണ് പരിശുദ്ധ റൂഹ എന്ന് പേര് കൊടുത്തിരിക്കുന്ന പിതാക്കന്മാരെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഈ പുത്രനും റൂഹായ്ക്കും പിതാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു എന്ന് പറയണം, പിതാവിൽ നിന്ന് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു എന്ന് പറയണം. അപ്പോഴേ തൃത്വത്തിൽ ഏകത്വം വരുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കാര്യം ഓർപ്പിക്കുന്നത്. ശരി പഠിപ്പിച്ചില്ലെങ്കിൽ തെറ്റ് പഠിപ്പിക്കരുത്. ഇപ്പം 3 സർവശക്തന്മാരുണ്ട്, ഒരു സർവശക്തിയുണ്ട്. സർവശക്തി ശക്തിയുടെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. വ്യക്തിക്ക് ശക്തി ഉണ്ടാവും, പക്ഷെ ശക്തിയെ വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് പിതാവ് പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനായ റൂഹ എന്ന് പറയുന്നത് മനസ്സിലാകാം. ഇത് പിതാവ് പരിശുദ്ധാത്മാവാണ്, പുത്രൻ പരിശുദ്ധാത്മാവാണ്, റൂഹ പരിശുദ്ധാത്മാവാണ്. 3 സർവശക്തന്മാരുണ്ട്, ഒരു സർവശക്തിയുണ്ട്. അപ്പോൾ ഈ 3 കൂടി കൂടുന്നതാണ് ദൈവം എന്ന് വരും, അല്ലെങ്കിൽ 3 ദൈവങ്ങളെന്ന് വരും. അത് തെറ്റാണ്. അദ്ദേഹം പറയുന്നതിൽ തൃത്വമുണ്ട്, പക്ഷേ തൃത്വത്തിലെ ഏകത്വമില്ല. ഇത് അദ്ദേഹം മാത്രമല്ല, പലരും പഠിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതെല്ലാം കൾട്ടുപദേശങ്ങളാണ്, നമ്മളത് സ്വീകരിക്കരുത്.